അത് പിന്നെ ഉണ്ടല്ലോ ബോസേ, ഈ വാഴ നനയുമ്പോ ചീരയും നനയുന്നത് നല്ലതാണെന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഒരു കല്യാണത്തിന്റെ കൂടെ മറ്റൊരു കല്യാണം കൂടെ നടത്തുന്നതല്ലേ നല്ലത്. പിന്നെ അലങ്കാരങ്ങളും ഫുഡും ഒക്കെ 2 കല്യാണത്തിന് ഒരുപോലെ നടന്നോളും. ഒരു വെടിക്ക് 2 പക്ഷി ചത്ത് വീഴുമല്ലേ. എടോ സുമേഷേ, താൻ എന്തൊക്കെയാ പറയുന്നത് തനിക്ക് തന്നെ അറിയില്ല. ഏതോ ചീരയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഏത് ചീര? ചീര ഞാനാണ് വിക്കി ബോസ്. സുമേഷ് റിലാക്സ്. നീ തൽക്കാലം ഒന്നും മിണ്ടാതിരിക്കേ. ആദ്യം വെന്യൂ തീരുമാനിക്കട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. വെന്നു അല്ല ചേട്ടാ പ്രശ്നം, ഈ പൊട്ടൻ എന്നിട്ട് വേണം പെണ്ണിനെ സെറ്റ് ചെയ്യാൻ. ഹലോ ഹലോ, എന്താ എല്ലാരും കളിയാക്കുന്നേ? ഞാൻ എന്താ സിംഗിൾ ആണെന്നാണോ എല്ലാരും വിചാരിച്ചേ? ഞാൻ മിങ്കിളായിട്ട് കുറെ കാലമായി. മീനുമാണ് എന്റെ പെണ്ണ്. ഞാൻ ഈ കല്യാണത്തിന് വരുന്നുണ്ട്. അവളെയും കൊണ്ട് തന്നെയാ ഞാൻ വരുന്നേ. പെണ്ണും ചെറുക്കനും ഉണ്ടേൽ മണ്ഡപം റെഡി ആണെങ്കിൽ പിന്നെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നിങ്ങളുടെ അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു സൈഡിലിരുന്ന് ഹോമകുണ്ടത്തിൽ തീയൊക്കെ ഇട്ട് ഞാൻ എന്റെ പെണ്ണിനെ താലി കെട്ടും. താൻ കൊള്ളാലോ സുമേഷ്, നല്ല ഐഡിയ ആണല്ലോ. അത് മാത്രമല്ല സിദ്ധാർത്ഥ് സാർ, ഇനിയുമുണ്ട്. എന്റെ ബോസും മേഡവും കൂടി എങ്ങോട്ടാണോ ഹണിമൂണിന് പോകുന്നത്, ഞങ്ങൾക്കും അങ്ങോട്ടേക്ക് പോകാമല്ലോ. അടിപൊളിയായിരുന്നു സുമേഷ്. ഇത്ര നാളെ താൻ ചേട്ടന്റെ PA ആയിട്ട് തനിക്കൊരു വെച്ചല്ലോ. ഇവൻ എന്നെ തന്നെ വിൽക്കുവാവോ? ആരും കണ്ടില്ല. കമോൺ ബ്രദർ, ഞാനൊന്നും ചോദിക്കാതെയും പറയാതെയും വന്നതിന് ഇത്രയും ടെൻഷൻ ആവേണ്ട കാര്യമുണ്ടോ? ടെൻഷനായ പറ്റുമോ അഹല്യ? നിന്റെ ഹെൽത്തിനെ കുറിച്ച് നിനക്ക് ഒരു ചിന്തയില്ല. ഇത്ര അർജന്റായിട്ട് എങ്ങോട്ട് പോയതാ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു ബ്രദർ. എന്താ അത്? എന്റെ വേദിനെ ഫോളോ ചെയ്യുന്നതല്ലാതെ എനിക്ക് വേറെ എന്താ പ്രധാനപ്പെട്ട കാര്യം? നീ ഇപ്പൊ എന്തിനാ അവനെ ഫോളോ ചെയ്തു പോകുന്നത്? അത്ര എമർജൻസി എന്താ അവിടെ ഉണ്ടായത്? എമർജൻസി ഉണ്ട് ബ്രദർ, തീർച്ചയായിട്ടും ഉണ്ട്. അവരെല്ലാവരും കൂടി ഒരു റിസോർട്ടിലേക്ക് വന്നിരിക്കുക. ഓൾ ഓഫ് എ സഡൻ ഒരു റീസണും കൂടാതെ എല്ലാവരും കൂടി ഇവിടേക്ക് എന്തിനാ വന്നേന്ന് എനിക്ക് അറിയണ്ടേ. അവിടെ തന്നെ ഇരുന്ന് ഇതോർത്ത് ടെൻഷൻ ആവാൻ എനിക്ക് വയ്യ. മാത്രമല്ല, റിസോർട്ടിൽ അമൂലിയും അമൂലിയുടെ അച്ഛനും കൂടി വന്നിട്ടുണ്ട്. അവരെ കൂടി കൊണ്ടുവരാൻ എന്തുണ്ടായി എന്നുള്ളതാ എന്റെ ഇപ്പോഴത്തെ ഡൗട്ട്. ആണോ? അതെന്തിനായിരിക്കും? എനിക്ക് തോന്നുന്നത് അവരെല്ലാവരും കൂടി ഇവിടെ എത്തിയിരിക്കുന്നത് കല്യാണത്തിന്റെ പ്ലാനിങ്ങിന് വേണ്ടിയായിരിക്കും. പക്ഷെ അവർക്ക് അറിയില്ല അവരുടെ ഓരോ നീക്കത്തിന് പിന്നിലും എന്റെ കണ്ണുകൾ ഉണ്ടെന്ന്. ഞാൻ മരിക്കാതെ തിരിച്ചു വന്നത് വേദിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ഇനി മരിക്കുന്നതിന് മുമ്പ് എനിക്ക് വേദിനെ കല്യാണം കഴിച്ചേ പറ്റൂ. പക്ഷെ ഈ സമയത്ത് നീ റെസ്റ്റ് എടുക്കാതിരിക്കുന്നത് നല്ലതല്ല അഹല്യ. എപ്പോ വേണമെങ്കിലും നിനക്ക് മെഡിക്കൽ എമർജൻസീസ് വേണ്ടി വരാം. ഈ റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? കഴിഞ്ഞ 2 വർഷവും ഞാൻ ആ വീട്ടിൽ അനങ്ങാതെ ഇരുന്നല്ലേ. ഇപ്പോഴല്ലേ ഒന്ന് പുറത്തിറങ്ങിയത്. എന്റെ വേദിനൊപ്പം നടക്കുന്നതിനേക്കാളും സന്തോഷം എനിക്ക് മറ്റെന്തുണ്ടാകാനാ? അഹല്യ, ലിസൺ ടു മീ. നിന്റെ ഹെൽത്ത് തീരെ ശരിയല്ല. മാത്രമല്ല, ബ്രീത്തിങ് ഇഷ്യൂസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നീ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പുറത്തിറങ്ങി നടക്കുന്നത് തെറ്റാണ്. പറയുന്നത് മനസ്സിലാക്കുക. എത്രയും പെട്ടെന്ന് സേഫായിട്ട് വീട്ടിലേക്ക് വാ. എന്റെ ചേട്ടനാകുമ്പോ എന്റെ ഡിസിഷൻസിനൊക്കെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. പക്ഷെ എന്തിനാ എന്നെ ഇപ്പോഴും എതിർക്കുന്നത്? മരണത്തിനെ മുഖാമുഖം കണ്ടിട്ട് വന്നവളായി ഈ അഹല്യ.
അതുകൊണ്ട് എനിക്കിനി ഒന്നിനെയും പേടിയില്ല. എനിക്ക് ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ, വി. അക്കാര്യത്തിൽ എനിക്കിനി ഒരു സംശയവും ഇല്ല. ചേട്ടൻ എന്നെ ഇങ്ങനെ വിളിച്ച് വീണ്ടും വീണ്ടും ഡിസ്റ്റർബ് ചെയ്യാനാ ഉദ്ദേശമെങ്കിൽ ഞാനിനി പറയാൻ പോകുന്ന കാര്യം ചേട്ടൻ ശ്രദ്ധിച്ച് കേട്ടോ. ഐ വിൽ പെർമനന്റ്ലി ബ്ലോക്ക് യുവർ നമ്പർ. യു ഗോട്ട് ഇറ്റ്? കഴിഞ്ഞോ? എല്ലാം ഡിസ്കസ് ചെയ്തില്ലേ? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിനൊക്കെ മുമ്പ് എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ചോദിക്കാം മൂല്യ. നിനക്ക് എന്നെ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യമാണോ പ്രധാനം, അതോ ഈ റിസോർട്ടിൽ വെച്ച് കല്യാണം കഴിക്കണം എന്നുള്ളതാണോ? ഇതൊക്കെ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ മൂല്യ? ഇതിനുള്ള ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. നിന്നെ കല്യാണം കഴിക്കുന്നതിൽ വലുതായിട്ട് എനിക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഈ റിസോർട്ടിൽ തന്നെ കല്യാണം നടത്തണമെന്ന് നീ എന്തിനാ വാശി പിടിക്കുന്നേ? ഈ കാര്യത്തിൽ എനിക്ക് യാതൊരു വാശിയുമില്ല. കല്യാണം ജീവിതത്തിൽ എപ്പോഴെപ്പോഴും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് നടത്തുമ്പോ ക്ലാസ് ആയിട്ടും ഗ്രാൻഡ് ആയിട്ടും നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിന്റെ തലയിൽ ഈ ഗ്രാൻഡ് കല്യാണം, ആഡംബരം, അലങ്കാരം ഇതൊക്കെ എങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. എനിക്കിതിലൊന്നും തീരെ താല്പര്യമില്ല വേദാന്ത്. നിനക്ക് ഈ ആഡംബരങ്ങളാണോ അതോ എന്നെയാണോ വേണ്ടതെന്ന് നീ ഡിസൈഡ് ചെയ്യേ. മാത്രമല്ല, ഞങ്ങളുടെ കയ്യില് ഇത്രയും വലിയ റിസോർട്ടിൽ വെച്ച് നീ വിചാരിക്കുന്ന പോലെ കല്യാണം നടത്താനുള്ള സാമ്പത്തികം ഒന്നും ഇല്ല. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമില്ല മൂല്യ. ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് പറയൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം. മറ്റുള്ള കാര്യങ്ങളെ പറ്റി എന്തിനാ ചിന്തിക്കുന്നത്? കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞിരുന്ന ആളാ ഞാൻ. നിന്നെ കണ്ട ശേഷമാണ് ഞാൻ എത്തിക്സ് മാറ്റിയത്. പോകെ പോകെ എന്റെ എല്ലാ റൂൾസും ഞാൻ മാറ്റി. അതിലൊന്നും എനിക്കൊരു വിഷമവുമില്ല. ഇൻഫാക്ട് ഞാൻ തന്നെ ഒരുപാട് മാറി. ജീവിതത്തിലെ സ്വപ്നങ്ങൾ കാണാൻ പഠിച്ചു. ആ സ്വപ്നത്തിൽ നീയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിക്കളിയാ, ഇത് അവസാനം ഒരു സീരിയസ് ഇഷ്യൂ ആവുന്ന എനിക്ക് തോന്നുന്നത്. ആ ചേട്ടാ, വെന്യു ഇനി എവിടെയായാലും എന്താ, നിങ്ങളുടെ കല്യാണം നടക്കണം, അതല്ലേ പ്രധാനം. റൗഡി കൊച്ചാണ് ചേട്ടന് ഏറ്റവും പ്രധാനം എന്നുണ്ടെങ്കിൽ അവളുടെ ആഗ്രഹം എന്തോ അതല്ലേ ചേട്ടൻ നോക്കണ്ടേ. അതെ, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ അഭിപ്രായം എല്ലാ കാര്യത്തിനും ചോദിച്ചേ പറ്റൂ. ഇനി കല്യാണം തന്നെ അവളുടെ ഇഷ്ടത്തിനാണെങ്കിൽ പിന്നെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കാലോ. മേഡം, ബോസ് ഇത് വെറുതെ ഒന്ന് ഇഷ്ടം അറിയാൻ വേണ്ടി ചോദിച്ചതല്ലേ. ഇതൊന്നും മേഡം ഇത്ര സീരിയസ് കാര്യമായിട്ട് കാണല്ലേ.
മറ്റൊരു കാര്യമുണ്ട് മാഡം. ഇവിടെ കല്യാണം നടക്കുകയാണെങ്കിൽ ഇവർക്ക് കാശ് കൊടുക്കണ്ട. കല്യാണമൊക്കെ ഫ്രീ ആയിട്ട് ഇവർ നടത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിസോർട്ട് നമ്മുടെ ബോസിന്റെ ഫ്രണ്ടിന്റെയാ. ബോസിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്രണ്ട് പൈസ വാങ്ങിക്കോ? നോ വേ. അത് മാത്രമല്ല, ബോസ് അയാൾക്ക് ഒരുപാട് ഹെൽപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബോസ് ഫോഴ്സ് ചെയ്ത് കാശ് അയാളുടെ കയ്യിൽ വെച്ച് കൊടുത്താലും അയാൾ വാങ്ങിക്കത്തില്ല. അല്ലേ ബോസ്? ഓ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഇതൊക്കെ എന്താ ആദ്യം പറയാതിരുന്നത്? ശരിക്കും നീ ഒരു കള്ളൻ തന്നെയാ. അപ്പോ ഈ സ്ഥലം ഓക്കെ അല്ലേ മാഡം? വേറൊന്നും ആലോചിക്കാനില്ല. ഈ സ്ഥലം ഞങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ. ഏതെങ്കിലും ഒരു ചെറിയ വെന്യൂവില് സിമ്പിൾ ആയിട്ട് കല്യാണം നടത്തണമെന്നാ എന്റെ ആഗ്രഹം. ഇവിടെയാകുമ്പോ ആർക്കും ശല്യം ഉണ്ടാവില്ല. ക്ലാസ് ആയിട്ട് തന്നെ ആഘോഷിക്കുകയും ചെയ്യാം. ആർക്കും ഒരു പ്രശ്നമില്ല. ഐ ആം റെഡി. സൂപ്പർ. അങ്ങനെയാണെങ്കിൽ ലൊക്കേഷൻ ഫിക്സ് ആയല്ലോ. അച്ഛൻ ഓക്കെ അല്ലേ? കള്ളച്ചെറുക്ക, ഇപ്പൊ എല്ലാവർക്കും ഓക്കെ ആയില്ലേ? വാ, ഇനി ഒരു റൗണ്ട് നമുക്ക് ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. താങ്ക് യു സുമേഷേ, താങ്ക് യു സോ മച്ച്. താൻ എന്നെ കറക്റ്റ് സമയത്ത് രക്ഷിച്ചു. പിന്നെ എന്ത് ചെയ്യാനാ ബോസ്? ബോസിന്റെ ആഗ്രഹവും സാധിക്കണം, മേഡത്തിന് വിഷമം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കള്ളം പറയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞേ. വാട്ട് എവർ, ഇവിടെ നിൽക്ക്. താങ്ക് യു സോ മച്ച്. കൊള്ളാരോടോ സുമേഷ്, തനിക്ക് ബുദ്ധിയുണ്ടോ എന്ന് തെളിയിച്ചല്ലേ? എന്റെ അളിയാ, ഇവന് ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ ഇവന് അറിയില്ലെന്നുള്ളൂ. താങ്ക് യു കള്ളച്ചെറുക്ക. അതെ, താങ്ക്സ് പറയപ്പോ എന്താ ഉണ്ടായേ? ഇത്ര വലിയൊരു റിസോർട്ടിൽ കല്യാണം നടത്താൻ തീരുമാനിച്ചില്ലേ, അതിന്.